ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇവിടെ ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഷോപ്പിംഗ് വിശേഷമാണ് കേട്ടോ ഇന്നത്തെ. നമ്മൾ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഒന്ന് പുറത്ത് പോയിട്ട് പിന്നെ വന്ന വിശേഷമൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പിന്നെ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കുറച്ച് തൈരും കുറച്ച് മഞ്ഞളും കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എന്താ പറയുക, മുഖത്തൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മളെ എന്താ പറയുക, നമ്മളെ മുഖം എല്ലാം ഒന്ന് കെയർ ചെയ്യാൻ ശ്രമിക്കണേ. എന്താ വെച്ചാൽ നമ്മളെ ഹാപ്പിയും നമ്മളതും വേറെ ആരും നമുക്ക് കൊണ്ടു തരത്തില്ല. നമ്മളത് ചിന്തിച്ചാൽ മാത്രമാണ് കേട്ടോ നമ്മളെ എന്താ പറയുക, നല്ലൊരു ആരോഗ്യമുള്ള ഒരു എന്താ പറയുക ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ വേറെ ആൾക്കാരും കൊണ്ടുതരാത്തൊരു സാധനമാണത്. നമ്മൾ തന്നെ അതിനെ എന്താ വെച്ചാൽ ലൈഫ് കൊണ്ടുപോകാൻ നമ്മൾ തന്നെ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക അസുഖമൊന്നും ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാവും. അങ്ങനെ റെഡി ആയിട്ടൊക്കെ താഴെ എല്ലാം ഒന്ന് ഇറങ്ങി വന്നതാട്ടോ. വന്ന് നോക്കുമ്പോഴാണ് പിന്നെന്താ പറയുക, നമ്മളെ പുറത്ത് എല്ലാവരും ഷൂസും ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാ? ആ സിംബു, അപ്പം ഞാൻ എല്ലാ കാറ്റിനും ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അവിടെ ഷൂസ് കിടക്കുന്നുണ്ടെന്ന്. അങ്ങനെ നിരന്ന് കിടന്നാൽ കണ്ടാൽ ഭയങ്കര ദേഷ്യം പിടിക്കും കേട്ടോ. വീടിൻ്റെ മുമ്പിൽ ഷൂസും ചെരുപ്പൊക്കെ ഇങ്ങനെ നിറച്ച് കിടന്ന് കണ്ടാൽ ഇക്കാക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് എന്താ പറയുക ഇതിൽ കൊണ്ടുവച്ചിട്ടോ. പിന്നെ അപ്പോൾ ഇവനൊക്കെ ഭക്ഷണം കൊടുത്ത് അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ബാജു മണ്ട അവിടെ കാണുന്നത്. ബാജു മണ്ട എന്ന് പറഞ്ഞാൽ പച്ചക്കറിയെല്ലാം വാങ്ങുന്ന ഒരുപാട് പച്ചക്കറി സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാട്ടോ അവിടെ. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിട്ടുണ്ട്. എനിക്കാച്ചെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു കുറേ ദിവസത്തെ ഒരു ഇതായിരുന്നു എനിക്ക് വട കഴിക്കണമെന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ വട, ഭയങ്കര ടേസ്റ്റുള്ള വടയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ വടയും സാമ്പാറും ചട്നിയും കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങി, മോൾക്ക് ഒരു മസാല ദോശയും കൂടി വാങ്ങി കേട്ടോ. അടിപൊളി ഭക്ഷണം കേട്ടോ ഇവിടുത്തേത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയത് ഡിമാർട്ടിക്കാട്ടോ. ഡിമാർട്ടിൽ പോയാൽ എന്താ പറയുക, കുറച്ച് വീട്ടു സാധനങ്ങൾ എടുക്കണമായിരുന്നു. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഡിമാർട്ടിൽ പോയത് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. എന്താ വെച്ചാൽ ക്രിസ്മസും അടുത്ത്, അപ്പോൾ എല്ലാവർക്കും ലീവായ കാരണം എന്താ പറയുക, സ്കൂളിന് ലീവായി, അതുപോലെ തന്നെ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ലീവായി. അപ്പോൾ അവരെല്ലാം എന്താ പറയുക അതിനനുസരിച്ചിട്ട് സാധനം വാങ്ങാനും എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് കടലയും അതുപോലെ വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഇനി എനിക്കൊന്ന് എന്താ പറയുക കുറച്ച് ഗ്ലാസ്, മഗ് അങ്ങനത്തതെല്ലാം ഒന്ന് എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ തന്നെ ടവല് അങ്ങനത്തെ ഇതിലെല്ലാം ഒന്ന് കയറണം. എന്താ വെച്ചാൽ എനിക്ക് വീട്ടിലേക്ക് ഒരു 4 ടവലും കൂടി വാങ്ങണം. പക്ഷേ 2 വാഷ് ബേസിനേക്ക് വെക്കാൻ ചെറിയ ടവലും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ട്.
അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ. പിന്നെ ന്യൂ ഇയർ കഴിയുന്നവരെ എന്താ പറയുക, പുറത്ത് ഷോപ്പിലും അതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാ കടകളിലും തിരക്ക് കൂടുന്ന സമയം കേട്ടോ. അപ്പോൾ ഇന്നായിട്ടാണ് ഇപ്പോൾ ഇക്കാനെ കിട്ടിയത്. എന്താ വെച്ചാൽ പിന്നെ കാക്ക് ടൈമും ഉണ്ടാവില്ല വരാനൊന്നും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിടും കേട്ടോ. മഗ്ഗും അതെല്ലാം ഒന്ന് എന്താ പറയുക, ഗ്ലാസ് എന്താ വെച്ചാൽ മഗ്ഗ് പിന്നെ എപ്പോഴും വേണം കേട്ടോ. ചായ കോഫി മഗ്ഗ് എന്താ വെച്ചാൽ വാങ്ങിയാലെല്ലാം പൊട്ടിപ്പോകുന്നു. എന്താ വെച്ചാൽ കുട്ടികൾ കയ്യിൽ നിന്ന് എല്ലാം പൊട്ടിപ്പോകുന്ന കോഫി മഗ്ഗ്. എത്ര വാങ്ങിയാലും പിന്നെ അത് കോഫി മഗ്ഗ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ കുട്ടികളുള്ള വീട്ടിലെല്ലാം അങ്ങനെ തന്നെയാണ്. എന്താ വെച്ചാൽ വേഗം പൊട്ടിപ്പോകുന്നുണ്ടല്ലോ, അവർ കൈ തട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കോഫി മഗ്ഗ് പൊട്ടിപ്പോവും. അപ്പോൾ പിന്നെ അതിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി വാങ്ങി. പിന്നെ ഉണ്ടല്ലോ, കോഫി മഗ്ഗിലല്ലാണ്ട് വീട്ടിൽ ആരും ചായയോ കോഫിയോ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. അതാണിപ്പോൾ എനിക്ക് വന്ന ഇടങ്ങേറ്. പിന്നെ അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങി എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ഇനി പോകുന്നത് എന്താ പറയുക, സിറ്റിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഡിമാർട്ട് നമ്മളെ ഏരിയത്തുള്ള ഒരു ഷോപ്പിംഗ് മോളായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇനി പോകുന്നത് നമ്മൾ സിറ്റിക്കാണ്. അപ്പോൾ അത് കുറച്ച് നേരം വൈകിയ കാരണം പിന്നെ വിചാരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇനി അതിന് ശേഷം ഇതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാറ് വെച്ചിട്ട് നമ്മൾ നടക്കുക കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ഇവിടുത്തെ ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയാട്ടോ ഈ ഹോട്ടലിലെ. അപ്പോൾ ഇങ്ങ് തന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടെല്ലാം നോക്കുകയാണ് എന്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ സുപ്രീം ബർഗറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തന്തൂരിയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തന്തൂരിയല്ല, നമ്മളെന്താ അൽഫാമും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ചപ്പാത്തിയും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സുപ്രീം ബർഗർ കേട്ടോ. പിന്നെ ഉള്ളത് അൽഫാമും ചപ്പാത്തിയൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, നല്ല സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതും കഴിച്ച് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് മോൾക്ക് 2 ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ട പെറ്റ് ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയ 2 ഒരു സുന്ദരനും ഒരു സുന്ദരിയാട്ടോ ഇത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞുകൂടെ, എനിക്ക് കണ്ടപ്പോൾ വാങ്ങന്നെ വേണം കേട്ടോ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വാങ്ങണം എന്നുള്ള. ഇത് എൻ്റെ മൈൻഡിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മളെ വീട്ടിൽ 2 ആൾക്കാരും കൂടി വന്നിട്ടുണ്ട്. ഇനി ഇതും പിന്നെ നമ്മളെ കയറ്റും കൂടി എങ്ങനെ കൺട്രോൾ വെച്ച് കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ വെച്ചാൽ കയറ്റ് ഇതിനെ ഒന്ന് ചെയ്യാതിരുന്നാൽ മതി. പിന്നെ അപ്പോൾ ഞാൻ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നതിനു അന്നേരം പിന്നെ രാത്രിയായല്ലോ. അപ്പം നമ്മൾ പിന്നെ എന്താ പറയുക, രാത്രിയായപ്പോൾ പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീട്ടിൽ പോകുന്ന കേട്ടോ. അപ്പോൾ പുറത്തെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. രാത്രി നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ന്യൂ ഇയർ കഴിയുന്ന വരെ ഉണ്ടാവും. അപ്പോൾ കേട്ടോ ഒരുത്തന്നെ ഇതിനെ കണ്ടിട്ട് വട്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. അവൻ്റെ കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായി വെച്ച് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.